നമ്മുടെ ഖൽബ് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിലേക്ക് തിരിച്ചാൽ ഏതാഗ്രഹവും സഫലീകരിക്കപ്പെടും, സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതിന് മറ്റെന്തു തെളിവാണ് വേണ്ടത്? 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമൽ ചെയ്തതിന്റെ റിസൾട്ട് ഓരോ ദിവസവും എത്ര ആളുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണോ? ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരൊറ്റ മെസ്സേജ് ഞാൻ നിങ്ങളെ ഡിസ്പ്ലേയിൽ കാണിക്കണം. ഇതൊക്കെ കാണിക്കുന്നതും പറയുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്തരം അമലുകൾ ചെയ്യുന്നതിലൂടെ നാം റബ്ബിലേക്ക് അടുക്കുകയാണ്. അള്ളാഹു അവന്റെ തിരുനോട്ടം നമ്മിലേക്ക് നോക്കുകയാണ്. അത് കാരണമായിട്ട് നമ്മുടെ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ അമൽ ചെയ്യുന്നത് അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതൊക്കെ നഗ്നമായിട്ട് പുലരുന്ന എത്രയോ യാഥാർത്ഥ്യങ്ങളാണ്. ഈ അമൽ ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് മാത്രം ചോദിക്കാനും അതിന്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടി നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം തന്നെ. അപ്പൊ അത്രമേൽ ആളുകൾ ആ വീഡിയോ കണ്ട അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു റിസൾട്ട് നിങ്ങൾ നോക്കൂ. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, 3 മാസമായിട്ട് ദുബായില് ജോലിയൊന്നും ശരിയാകാത്ത അവരുടെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് നല്ല കടവുണ്ട് അവർക്ക്. അത്രയും പ്രയാസത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ അവര് മെസ്സേജ് അയച്ച് മുമ്പ് നമ്മൾ അറിയിക്കുകയാണ്. പിന്നെയാണ് അവര് 12,000 ബിസ്മിയുടെ അമല് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം വന്ന ഒരു മെസ്സേജ് നോക്കൂ. അൽഹംദുലില്ലാ മോന് ജോലി ശരിയായി, ബിസ്മി 12,000 ചൊല്ലി ശനിയാഴ്ച ജോലിക്ക് കയറും. ഇതൊക്കെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൊണ്ടുള്ള അമലാണ്. അപ്പൊ അത് അള്ളാഹു അവൻ നമ്മിലേക്ക് നോക്കാനുള്ള ഒരു കാരണമാകുകയാണ്. അത് നിങ്ങൾക്ക് അതിനെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ ഞാനൊരു വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇത് കേവലം പറഞ്ഞു തരുന്നു എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. ചെയ്യുന്ന നിങ്ങളുടെ ആത്മാർത്ഥതക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അത് പ്രത്യേകം ഇതിൻ്റെ ഇടയിൽ എടുത്തു മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ടു. അതുപോലെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച കുറച്ച് അമലുകളെ കുറിച്ചുമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 12,000 ബിസ്മിയുടെ അമല് അത് ചെയ്തവരുടെ റിസൾട്ട് നമ്മൾക്ക് അവരത് പറഞ്ഞു തരുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കാരണം അവരൊക്കെ നിരാശയോടുകൂടെയാണ് നമ്മോട് ഓരോ വിഷയങ്ങളും പറയുന്നത്. ഉസ്താദ്, എൻ്റെ മോന് 3 വർഷമായി അവിടെ പോയിട്ട് അവര് പറയുന്ന വാക്ക് തന്നെ കണ്ടെടുത്ത് പറഞ്ഞാല് ഇങ്ങനെ എന്താ കഴുതയെ പോലെ പണിയെടുത്ത് ജീവിക്കുന്നു. ഒന്നും സമ്പാദ്യത്തിനില്ല. അവനങ്ങ് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. ഉസ്താദ്, എൻ്റെ മോന് പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നു. ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ 12,000 ബിസ്മിയുടെ അമല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലരും കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് അതിനുള്ള അനുവാദമൊക്കെ കൊടുത്ത് അവരതൊക്കെ ചൊല്ലി വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മെസ്സേജ് നമുക്ക് റീപ്ലൈ ലഭിക്കണേ. അൽഹംദുലില്ലാ ഉസ്താദ് സന്തോഷായി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ദൂര സ്ഥലത്ത് നിന്ന് ഒരാള് വളരെ നേരത്തെ തന്നെ അവരുടെ മകനെയും കൂട്ടി നമ്മുടെ ഇവിടേക്ക് കാണാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയും ലോങ്ങിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്നാണ്, ഇത്രയും ലോങ്ങിൽ നിന്ന് തലേ ദിവസം തന്നെ യാത്ര പുറപ്പെട്ട് നിങ്ങൾ എന്തിനിവിടെ വന്നു? അവര് വേറെ ഒന്നും അവർക്ക് സംസാരിക്കാനോ കൂടുതലായിട്ട് അവർക്ക് സംസാരിക്കാനോ ഒന്നുമില്ല. അപ്പൊ അവര് വന്നപ്പോ അവര് 12,000 ബിസ്മിയുടെ ആ അമലിന്റെ റിസൾട്ട് ലഭിച്ചത് സന്തോഷം പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പൊ അവർക്ക് ഒരു നിലക്കും അത് സാധിച്ചു കിട്ടൂല എന്ന് കരുതിയ പല സംഭവങ്ങളും പല യാഥാർത്ഥ്യങ്ങളും അവർക്ക് സാധിച്ചതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ 12,000 ബിസ്മിയുടെ അമല് ഇനി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാവശ്യങ്ങളും നിറവേറാനുള്ള അമൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതിലൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഇതിന്റെ ഒരു ചെറിയ റൗണ്ടിൽ ഒരു കാലിഗ്രഫി മോഡൽ ബിസ്മി എഴുതിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് 12,000 ബിസ്മി
എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ചെയ്യേണ്ട രൂപം എങ്ങനെയാണുള്ളത്. അത് കൃത്യമായി അതുപോലെ തന്നെ ചെയ്യണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്, ആദാബുകളുണ്ട്. ആ ആദാബുകൾ പാലിച്ച്, മര്യാദകൾ പാലിച്ച് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് വലിയ വലിയ മഹാന്മാര്, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു അമലല്ലായിരുന്നു. അങ്ങനെ ഞാനൊന്നും പറയാറില്ല. എല്ലാം ഏതെങ്കിലും കിതാബുകളിലെ മഹാന്മാർ, ഇമാമുകൾ എഴുതി വെച്ച, അവർ അവരുടെ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത്, അവർ പരീക്ഷിച്ച് അവർക്ക് ഫലം കിട്ടിയ അനുഭവങ്ങളുള്ള അമലുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുണ്ട്. അതിൽ നിന്നും എടുത്താണ് നമ്മൾ ഓരോ അമലുകളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള അമലാണ്, അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമലാണ്. നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ 12,000 ബിസ്മിയുടെ അമൽ നമുക്കറിയാം, ഒരു വെള്ളിയാഴ്ച രാവോ പകലോ തുടങ്ങാൻ പറ്റുന്നതാണ്. അത് ദിക്റാണെന്ന രൂപത്തിൽ 12,000 ബിസ്മി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ദിക്റാണെന്ന രൂപത്തിൽ നമുക്ക് ഈ സഹോദരിമാർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പീരിയഡ്സിന്റെ സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. ദിക്റാണെന്നുള്ള കരുത്തോടു കൂടി നമുക്ക് ആ സമയത്തൊക്കെ ചൊല്ലാവുന്നതാണ്. അപ്പൊ ഈ 12,000 ബിസ്മിയുടെ അമല് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ചെയ്യാൻ വേണ്ടി തുടങ്ങാവുന്നതാണ്. അങ്ങനെ ആ ദിവസങ്ങളിൽ നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതാം. ഒന്നുകിൽ എൻ്റെ മോൻ്റെ ജോലി ശരിയാവാന്, അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹം ശരിയാകാന്, ഞങ്ങളുടെ കുടുംബജീവിത റാഹത്തിലാവാന്, എൻ്റെ വിറ്റുപോകാനുള്ള ആ സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റുപോകണം. അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അടുത്തു വരുന്നു, പക്ഷെ അത് നഷ്ടപ്പെടുന്നു. അത് കച്ചവടമായി എന്ന് കരുതുമ്പോഴേക്കത് കച്ചവടമാകാതെ പോകുന്നു. ജപ്തിയിലായ വീട്, അത് അടുത്ത ഡേറ്റിനുള്ളിൽ അത് തീരുമാനിക്കപ്പെടണം, പക്ഷെ ഒരു വഴിയും കിട്ടുന്നില്ല. എന്നാൽ നമുക്കത് ഇറക്കി വെക്കാനുള്ളൊരു മാർഗം പടച്ച റബ്ബല്ലേ, അള്ളാഹുവിന്റെ മുമ്പിലല്ലേ അത് ഇറക്കി വെക്കാൻ സാധിക്കുക. അങ്ങനെ ഇറക്കി വെക്കാൻ കഴിയുന്ന, നമ്മുടെ ഭാഗത്ത് നിന്ന് ഇറക്കി വെക്കുന്ന ഒരു അമലാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ, നീറുന്ന വ്യതകളുടെ ആ ഭാണ്ഡക്കെട്ടുകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ 12,000 ബിസ്മി. അതെങ്ങനെ ഒരു രൂപമായി മാറുന്നു? നമ്മൾ ഈ അമല് ചെയ്യുന്നത് ആ ജപ്തിയിലകപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട ഒരു ഫത്ഹ് ലഭിക്കാനാണ്. നമ്മുടെ മോന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട ആ മോശപ്പെട്ട ദുസ്വഭാവം മാറിക്കിട്ടാനാണ്. മദ്യപിച്ചു വരുന്ന ഭർത്താവിന്റെ ആ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടിയാണ്. മകൾക്ക് മറ്റൊരു അഫെയർ ഉണ്ട്, ആ ഒരു കണക്ഷൻ ഒഴിവായി കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ അത് ശരിക്കും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. അപ്പൊ ഒരു വെള്ളിയാഴ്ച രാവോ പകലോ ഒരു നല്ല നീയത്ത് മനസ്സിൽ കരുതി തുടങ്ങാം. അത് എപ്പോഴും തുടങ്ങാം. ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നാ പലരും ചോദിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് എപ്പോഴാണോ ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അത്രയും സമയത്തിനുള്ളിൽ ചൊല്ലി തീർത്താൽ മതി. ശ്രദ്ധിക്കേണ്ടത്, അത് പ്രത്യേക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ അജ്നബിയായ സംസാരങ്ങൾ വരാതിരിക്കാം. അജ്നബിയായ സംസാരങ്ങൾ എന്ന് പറഞ്ഞാല് ദുനിയവിയായ സംസാരങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ വരാതിരിക്കാം. എന്നാൽ അർജന്റ് സമയങ്ങളിൽ സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കാം. പെട്ടെന്ന് നമ്മുടെ ചെറിയ കുട്ടി വീഴാൻ വേണ്ടി പോവുകയാണ്, അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇൽത്തിറാറിന്റെ ഘട്ടം, അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ സംസാരിക്കാം. ആവശ്യമില്ലാതെ ചൊല്ലുന്നതിന്റെ ഇടക്ക് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ 12,000 ബിസ്മി ചൊല്ലുമ്പോൾ ഓരോ ബിസ്മിയും 1000 തവണ 12,000 ഉണ്ടാകും. ഓരോ 1000 ചൊല്ലിക്കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയാം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ 1000 തവണ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്തും ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലാം. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലുമ്പോൾ സ്വലാത്ത്, ആ സ്വലാത്തായാൽ ഒന്നുകൂടെ നന്നാവും കേട്ടോ. അതേതാ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇങ്ങനൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഏതാവശ്യത്തിന് വേണ്ടിയാണോ നീ 12,000 ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്, ആ ആവശ്യം നിന്റെ റബ്ബിനോട് ആത്മാർത്ഥമായി മനം പൊട്ടി പറയുക. അല്ലാഹുവേ, എൻ്റെ മോന്റെ ജോലി അവന് ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില് അവന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്, റൂമിൽ നിൽക്കുകയാണ്. അവന്റെ ജോലി എത്രയും പെട്ടെന്ന് ശരിയാകണമെന്ന് നിനക്കറിയാവുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതാണ് ഈ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്തവരുണ്ടോ അവർക്കതിന്റെ റിസൾട്ട് കിട്ടിയ അനുഭവം മാത്രമേയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് ആ ഉദ്ദേശം വെച്ച് ചൊല്ലിയവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ അമല് ചെയ്യുന്നതിന്റെ മുമ്പും ചെയ്യുന്ന സമയത്തും ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ 3 അവസ്ഥകളാണുള്ളത്. ഇങ്ങനെ ഈ 3 അവസ്ഥകളിലും 3 സമയങ്ങളിലും പ്രതീക്ഷയാണ് വേണ്ടത്. അപ്പോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബ് അതെനിക്ക് സാധിപ്പിച്ചു തരും എന്ന പ്രതീക്ഷ. ചൊല്ലുന്ന സമയത്ത് ഞാൻ ഈ അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റബ്ബ് എനിക്കത് സാധിച്ചു തരും എന്ന ആ പ്രതീക്ഷ വേണം. ചെയ്തു കഴിഞ്ഞാലോ അതങ്ങനെ തന്നെ വേണം. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് ഈ അമല് ചെയ്തത്, ഇനി അള്ളാഹു എനിക്കത് സാധിപ്പിച്ചു തരും. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട അമല് ചെയ്തിട്ടുണ്ട്, ഇനി അള്ളാഹു എനിക്കത് പൂർത്തീകരിച്ചു തരും. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഈ 3 സന്ദർഭങ്ങളിലും വേണം. അത് വളരെ പ്രധാനമുള്ളതാണ്. ചില ആളുകളൊക്കെ നമ്മുടെ ഈ അമല് ചെയ്ത് എന്നോട് പറഞ്ഞതല്ല പറയുന്നത്. ചില ആളുകളുടെ ഒരു മെന്റാലിറ്റി, ഞാനങ്ങനെ അമലൊക്കെ ചെയ്തല്ലോ, ഒന്നും കാര്യമില്ല എന്നൊരു മെന്റാലിറ്റി ആണോ ഉള്ളത്. എന്നാൽ ഇത് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ സാധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെ വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്താൽ അത് കിട്ടുമെന്നുള്ളത് എത്രയോ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾ ഇനിയും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു 10-700 മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് നോക്കാനുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ ഇതിപ്പോ മാർച്ചില് മാർച്ചിൽ തോന്നുന്നു, കുറച്ച് മുമ്പ് കിട്ടിയ റിസൾട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിഞ്ഞത്. ഇതേപോലെ വളരെ മുമ്പ് അയച്ച ഒരുപാട് മെസ്സേജുകളുണ്ട്. അതൊക്കെ പലപ്പോഴും വാട്സപ്പിലാകുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലാകുമ്പോൾ അതങ്ങനെ അവിടെ കിടക്കും. അതുകൊണ്ട് പെട്ടെന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് 12,000 ബിസ്മിയുടെ അമല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അസ്മാഉൽ ഹുസ്നയുടെ റിയാള അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര്, നമ്മുടെ ഒരു മജ്ലിസ് തന്നെ തുടങ്ങുന്നത് എല്ലാ ദിവസവും നൂറെ മദീനയുടെ മജ്ലിസ് രാവിലെ വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട്. ആ മജ്ലിസ് തുടങ്ങുന്നത് തന്നെ അസ്മാഉൽ ഹുസ്ന ആ മജ്ലിസിലുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. രാവിലെ വൈകുന്നേരമുള്ള മജ്ലിസിലൊക്കെ അസ്മാഉൽ ഹുസ്ന ഉണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന അത് കാണാതെ പഠിക്കാം, അത് ചൊല്ലുക, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇനിയും അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക, അസ്മാഉൽ ഹുസ്ന മുറുകെ പഠിക്കുക. ഇനി എല്ലാ ഇസ്മുകളെ കുറിച്ചും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ പറഞ്ഞ ചില പ്രത്യേകമായ അമലുകളുണ്ട്. യാ ലത്തീഫിന്റെ അമല്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ളതിന്റെ അമല്, അതേപോലെ തന്നെ യാ റസാഖ് എന്നുള്ളതിന്റെ അമല്, യാ മുജീബ് എന്നുള്ളതിന്റെ അമല്, യാ മതീൻ എന്നുള്ളതിന്റെ അമല്, ഇങ്ങനെ പറയുന്ന ചില അമലുകളൊക്കെയുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അത് റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടവർക്ക് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ കൃത്യമായി ഇന്നലെ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു അത് ക്ലിയർ ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ മോഡിലിട്ടിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊക്കെ പറഞ്ഞിട്ട് അവരോടത് 720p അല്ലെങ്കിൽ 1080p ഫോർമാറ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റിയിട്ട്, യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് കൃത്യമായി കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ 144 അങ്ങനെ എന്തോ ചെറിയ
ഫോർമാറ്റിലിട്ട് കാണുന്നതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. നല്ല ക്ലിയറിൽ കാണാൻ പറ്റും അത്. അപ്പോൾ അത് മക്കളോട് ആരോടെങ്കിലും നിങ്ങൾ പ്രായമുള്ളവരാകുമ്പോൾ ചില ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒന്നും തിരിയൂല, അത് ചോദിച്ച് ഇതെങ്ങനെയാണ് ക്ലിയർ കൂട്ടിയിട്ടൊന്ന് വെച്ചരാൻ വേണ്ടി പറഞ്ഞാൽ അവരത് ചെയ്തു തരും. അപ്പോൾ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നേരിട്ട് വരുന്നവർക്കും നമ്മളിപ്പോൾ ചില കളങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അത് അസ്മാഉൽ ഹുസ്നയുടെ ആദതാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെ ആദതാണ്. അതൊക്കെ കാവലിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് അമലുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അസ്മാഉൽ ഹുസ്ന കൊണ്ടും അദ്കാറുകളെ കൊണ്ടുള്ള അമലുകളാണ്. നമ്മൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിൽ പറഞ്ഞു കൊടുക്കുന്നത്. നല്ല റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളായതുകൊണ്ടാണ്. അത് ഹദീസിൽ ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സെയിം കണ്ടീഷനിൽ സെയിം സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു സ്വഹാബി വന്നിട്ട് മുത്തുനബി തങ്ങളോട് ഇങ്ങനെ വീടില്ലാത്ത പ്രശ്നം പറയുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധി പറയുമ്പോൾ, ജോലിയില്ലാത്ത പ്രയാസം പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട നാക്കുകൊണ്ട് പറഞ്ഞ ആ അമലുകൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ലഭിക്കും. അപ്പൊ ആ വിശ്വാസം വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ എത്ര ആളുകൾ എത്ര ലോങ്ങിൽ നിന്നാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി വരുന്നത്. ആ വിശ്വാസത്തോടു കൂടി വരുന്നതല്ലേ. നേരിട്ടൊരു തവണ വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പലരും വരുന്നത്, ഞാൻ പലപ്പോഴും അവര് നേരിട്ട് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നു, ഉസ്താദ് ഇനി എവിടെയും പോകാൻ ബാക്കിയില്ല, എല്ലായിടത്തും പോയി കഴിഞ്ഞു, ഇനി എവിടേക്കും പോകുന്നില്ല, ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞു വരുന്ന എത്ര ആളുകളുണ്ട് അറിയോ? പോയി മടുത്തവരാണ് എല്ലാവരും. അപ്പോൾ ആ റൂട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. റൂട്ട് ക്ലിയർ ആക്കി കൃത്യമാക്കി ചെയ്യുക എന്നുള്ളതാണ്. അതിനിവിടെ നേരിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പലരോടും വിളിക്കുമ്പോൾ എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ നിരുത്സാഹപ്പെടുത്തലാണ്. ഞായറാഴ്ച 10 മണിക്ക് ഫോൺ വിളിക്കും പലരും, ഉസ്താദ് ബുക്കിംഗ് എടുക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചില ആളുകൾ പത്തനംതിട്ടാണ്, കോയമ്പത്തൂരാണ്, ചെന്നൈയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തലാണ്. എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ഇടയ്ക്ക് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനത് എനിക്ക് സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും. അപ്പോൾ തന്നെ റീപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും. നിങ്ങൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഒരു 3-4 മണിക്കൂർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കണ്ടു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരെയും പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തല. പക്ഷെ പല ആളുകളും ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് കൊടുക്കട്ടെ. അവർ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹു നല്ല ഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്.